ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തെ തേടാനുള്ള ഒരു കഴിവ്. ദൈവത്തോട് കൂടെ ആയിരിക്കാനുള്ള ഒരു ആഗ്രഹം അവനിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവസ്നേഹം അന്വേഷിച്ച് നിൽക്കുക നമ്മൾ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അന്വേഷിച്ചിട്ടല്ല ദൈവം നമുക്ക് ഈ സ്നേഹം തരിക. അവിടുന്ന് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാണ്. സത്യത്തിൽ ഈ ചെറിയ വേദിയിൽ, നല്ല ഗ്രാമാന്തരീക്ഷമുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കണമെന്ന് നമ്മളാരും ഒരു പക്ഷേ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. സോ ഇറ്റ് ഈസ് ദ ഡിസിഷൻ or rather the plan of God that you should be blessed. നമ്മൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. അന്ധകാര ശക്തികളുണ്ടോ? സംശയമാണ് നമുക്ക്. എന്നാൽ ആ സംശയം ഒന്ന് മാറണം. ചിന്തിക്കാൻ തുടങ്ങണം നമ്മൾ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ദൈവം നമുക്ക് ഇൻ്റലക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. പഠിക്കുന്നവരാ നമ്മളിൽ കൂടുതൽ പേരും. അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ട് കർത്താവ് പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിക്കുന്നത് ഇങ്ങനെ പറയാനാ. ഡു യു തിങ്ക് ദാറ്റ് സേറ്റൻ ഈസ് ആക്റ്റീവ്? പണ്ട് ചെറുതായിരുന്നപ്പം എനിക്കും മനസ്സിലായില്ല ഇതൊക്കെ എന്താണെന്ന്. പക്ഷെ ചിന്തിച്ചിരുന്നു ഞാൻ, എന്താണിത്? ലിറ്ററലി അലറുന്ന സിംഹത്തെ പോലെ അലറി നടക്കുന്നു. സിംഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആനിമൽ പ്ലാനറ്റ് കണ്ടിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, വി നോ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് എ ലയൺ, നമുക്കതറിയാം. പക്ഷേ ഈ പിശാജ് ഇങ്ങനെ നമ്മുടെ ഇടയിലൂടെ നടക്കുമെന്നും, പിശാജ് ഒരുത്തനെ അവൻ്റെ വഴിക്ക് കൊണ്ടുപോകാൻ നോക്കുമെന്നും, അത് ആക്റ്റീവായിട്ടുള്ള ഒരു ശക്തിയാണെന്നും ഒക്കെ എനിക്കും തോന്നിയിരുന്നില്ല. പിന്നെന്താ, പള്ളിയിലൊക്കെ നമ്മൾ പോകും, പ്രാർത്ഥിക്കും എല്ലാവരെയും പോലെ. പക്ഷേ പിശാചിൻ്റെ ഉപദ്രവങ്ങൾ, അവൻ്റെ തടസ്സങ്ങൾ നമ്മൾ കാണുന്നത് എപ്പോഴാണെന്നറിയാമോ? എവിടെ നന്മയുണ്ടാകുന്നോ അവിടെ കയറി തടസ്സപ്പെടുത്തും. ഞാനൊരു ചെറിയ എക്സാമ്പിളിലൂടെ തുടങ്ങാം. നമ്മളൊക്കെ 10th ഒരു പബ്ലിക് എക്സാം ഫസ്റ്റ് ടൈം എഴുതുന്നത് അല്ലേ? മലയാളികൾ നമ്മൾ കൂടുതൽ വരും. 10th ക്ലാസ്സിലൊക്കെയാണ് നമ്മളൊരു പബ്ലിക് എക്സാം ആദ്യമായിട്ട് എഴുതുന്നത്. ഈ 10th ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ആ 10th ക്ലാസ്സിൽ ചേർന്ന കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കി. മെയ് മാസം ജൂൺ മാസത്തിലൊക്കെ നമ്മൾ ആലോചിച്ചു, എല്ലാ കൊല്ലത്തെയും പോലൊന്നും പോയാൽ പോരെ, ഇത് എൻ്റെ 10th ക്ലാസ്സാണ്, കാര്യമായിട്ടൊക്കെ ഒന്ന് പഠിക്കണം അല്ലേ? ആദ്യമായിട്ടൊരു പബ്ലിക് പരീക്ഷ എഴുതാൻ നന്നായിട്ടൊന്ന് പഠിക്കണം. അതിനെന്നാ ചെയ്തു? ചിലരുടെ ആഘോഷമായിട്ട് ജൂൺ മാസം 1ാം തീയതി ക്ലാസ് തുടങ്ങി അന്ന് വൈകിട്ടൊരു പേപ്പറൊക്കെ എടുത്തു വെച്ച് ഒരു ടൈം ടേബിളൊക്കെ എഴുതി ഉണ്ടാക്കി. രാവിലെ 4:30 എഴുന്നേക്കും, പിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. മല മറിക്കുന്ന ടൈം ടേബിൾ, അടിപൊളി ടൈം ടേബിൾ. വൈകുന്നേരം 10:30 വരെ 11 വരെ ബിസി ഷെഡ്യൂൾ എഴുതി വെച്ചു. ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചാൽ ഞാൻ ആരാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ആവേശത്തോടെ എഴുതി വെച്ചു. എന്നിട്ട് എന്തു പറ്റി? ഒരാഴ്ച കഴിഞ്ഞപ്പം ഗോവിന്ദ, നിങ്ങളുടെ ഭാഷ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളുടെ കൂടെ സഹവാസം. ഒറ്റ ആഴ്ച ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചു. അതിപ്പോൾ എന്താ അങ്ങനെ വരാൻ കാര്യം? എൻ്റെ കുഴപ്പമൊന്നുമില്ല, ഞാൻ എഴുതി വെച്ചത് ഞാൻ അങ്ങനെ ഓടിച്ചോനെ. ആ ടീച്ചർ താമസിച്ചാ വിടുന്നത്, അവിടെ ട്യൂഷൻ ഇവിടെ ട്യൂഷൻ, ബസ് നോക്കി എത്ര നേരം നിൽക്കണം, എന്തൊരു കഷ്ടപ്പാടാണ്. ഇങ്ങനൊന്നും നടക്കത്തില്ല. ഇത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഈ ടൈം ടേബിൾ തെറ്റിപ്പോയത്, ഷെഡ്യൂളെല്ലാം തെറ്റിപ്പോയത് കൊണ്ടാണ്. സമയത്ത് വണ്ടി കിട്ടത്തില്ല, ടീച്ചർ അത് ക്ലാസ് ഇത് ക്ലാസ്, NCCക്ക് നിൽക്കണം, പല പല പ്രശ്നങ്ങൾ. ഇപ്പം എന്താ ചെയ്യുക? ശരി, ടൈം ടേബിൾ ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു? വീട്ടിൽ പോയി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സമയം വെച്ച് ടൈം ടേബിൾ ഒന്നുകൂടെ പരിഷ്കരിച്ച് എഴുതി വെച്ചു. കൊള്ളാം, ടൈം ടേബിൾ ഉണ്ടാക്കാൻ എൻ്റെ അത്രയും വീട്ടിൽ രസമായിട്ട് ഉണ്ടാക്കി, നമ്മളെ വൃത്തിയായിട്ട് ഉണ്ടാക്കി വെച്ചു. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പം ആ രണ്ടാമതുണ്ടാക്കിയ ടൈം ടേബിളും അത് കഴിഞ്ഞ് പതിയെ +1ലേക്ക് കയറി. അന്നേരം ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി. പക്ഷെ നമുക്കറിയാം ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ. പബ്ലിക് പരീക്ഷയുടെ പേടിയൊക്കെ അങ്ങ് മാറി. +2 ആയി, ഇതേപ്പോൾ കോളേജിൽ വന്നു. ഇപ്പോഴോ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചിരിയാണ്. പരീക്ഷ വരും പോകും,
പരീക്ഷയ്ക്ക് പരീക്ഷയുടെ വഴി, എനിക്ക് എൻ്റെ വഴി. നമ്മൾ അങ്ങനെ നമ്മുടേതായ രീതിയിൽ പോവുക. ചോദ്യം ഇതാ മക്കളെ, തമാശയായിട്ടൊക്കെ ഞാൻ പറഞ്ഞു, ചോദ്യം ഇതാണ്: ഞാൻ നന്നാവാൻ ഞാൻ ഇട്ട ടൈം ടേബിൾ എങ്ങനെ പൊട്ടിപ്പോയി? ടീച്ചർമാർ, ഞാൻ അധ്യാപകനാണെന്ന് ഞാൻ പറഞ്ഞു, അധ്യാപകർ പറയാം, എടാ നീ അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണേൽ ആ ടൈം ടേബിൾ ഒഴിവാക്കാം. ഇതങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ വരാൻ, നല്ലൊരു മാർക്ക് മേടിക്കാൻ, നല്ലൊരു A+ ഉണ്ടാക്കാൻ ഞാനായിട്ട് ദൈവസന്നിധിയിൽ കുത്തിയിരുന്നുണ്ടാക്കിയ ഈ ടൈം ടേബിൾ എങ്ങനെ ചീറ്റിപ്പോയി, എങ്ങനെ ഗോവിന്ദയായി? നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ എങ്ങനെ ഇത് പോയത്? അത് സീരിയസാ അല്ലേ? എൻ്റെ തീരുമാനത്തെ ആരാ തകർത്തേ? എൻ്റെ നന്മയുണ്ടാകാനുള്ള തീരുമാനം എങ്ങനെയാ മങ്ങിപ്പോയത്? പഠിത്ത കാര്യത്തിൽ മാത്രമല്ല, എന്ത് കാര്യം ചെയ്താലും മുന്നോട്ട് പോകും തോറും പുറകോട്ട് വരുന്ന ഒരു മന്ദത എനിക്കില്ലേ? ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ ഓഫായി പോകുന്നില്ലേ? അപ്പോൾ ചോദ്യം ഇതാ, ഇതിങ്ങനെ പോകത്തുള്ളൂ. മേലോട്ട് പോകും തോറും പുറകോട്ട്, മേലോട്ട് പോകും തോറും പുറകോട്ട്. നന്മയിലേക്ക് ചെല്ലുകയല്ലേ? ഒരു 100% ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലേ? എന്ത് തോന്നുന്നു? ഒരു ആൻസർ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡു യു തിങ്ക് സോ? നമ്മളൊരു കാര്യം ഇട്ടാൽ, ഒരു പ്രോഗ്രാം ചെയ്താൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഒരിക്കലും അത് നന്മയുടെ പൂർണ്ണതയിൽ എത്താതെ വരുമോ? അതിങ്ങനെയൊക്കെ പോകത്തുള്ളൂ. ഒരു ജോലി കിട്ടണമെന്ന് കരുതി, അല്ലെങ്കിൽ 2-3 വർഷം കൂടെ കഴിഞ്ഞ് പഠിക്കുന്ന സമയമായതുകൊണ്ട് ഞാനൊരു 3 വർഷം കയറ്റി പറയും. ഒരു 2018 ഡിസംബർ 31 ആ വർഷത്തിന്റെ അവസാന ദിവസമായിട്ട് അന്ന് ഞാൻ ഓരോരുത്തർ അവരുടെ പേരെന്ന് പറഞ്ഞു നോക്കി. അന്ന് ഞാൻ ഇന്നത്തെ സ്കെയിൽ വെച്ച് ഒരു 1 lakh rupees ശമ്പളമുള്ള ഒരാളായിരിക്കും. നടക്കുമോ? സോ ക്യാൻ യു ചലഞ്ച്? ഞാൻ പറയാണ്, ഞാൻ എൻ്റെ പഠിത്തമൊക്കെ തീർന്ന് ഇപ്പോഴത്തെ സ്കെയിൽ വെച്ചാൽ ഒരു 2018 1 lakh എന്ന് പറയുന്ന വലിയ എമൗണ്ട് ഒന്നുമല്ല. അപ്പം ഞാനൊരു 1 lakh rupees ശമ്പളമുള്ള ഒരാളായിരിക്കും. തട്ടിപ്പും വെട്ടിപ്പുമായിട്ടൊന്നും അല്ല, നല്ലതായിട്ട് പഠിച്ച് നല്ല ജോലിയിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. ഞാൻ പരിശ്രമിച്ചിരിക്കും, ഞാൻ അവിടെ എത്തിപ്പെട്ടിരിക്കും. നിർബന്ധമാണ്, ഉറപ്പാണ്. എന്തെങ്കിലും അങ്ങനെ ഒരു ഉറപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ പറ്റുമോ? നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണല്ലോ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവരുണ്ടെന്നാണ് എൻ്റെ അറിവ്, നഴ്സിംഗിന് സി ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡേ ഐ വിൽ ബി എ പേഴ്സൺ ഡ്രോയിങ് ദിസ് മച്ച് ഓഫ് സാലറി. നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾ ഈ ലോകത്തിൻ്റെ നേരെ, നിങ്ങൾ യൂത്ത് അല്ലേ, ചലഞ്ച് ചെയ്യാവോ? എന്താ ഒരു പേടി പോലെ? ഇത് നമുക്കിട്ട് കൊള്ളാൻ തുടങ്ങുന്നു അല്ലേ? ധ്യാനം എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞു പോയിക്കോളൂ എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ജീവിതമാണ്, ധ്യാനം. ജീവിതത്തിൽ ഇടപെടുന്ന ആളാ ദൈവം. ദൈവം എന്ന് പറയുന്നത് എങ്ങാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു കഥാപാത്രം. ജീവിതം അത് ഞാൻ കടന്ന് തുഴയേണ്ട ഒരു പരിപാടി. അങ്ങനെയല്ല. ഈ തുഴച്ചിലിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ തേടിയിട്ടേ കാര്യമുള്ളൂ. ആ ദൈവത്തെയാണ് അറിയേണ്ടത്. അതാണ് ദൈവത്തിന് താല്പര്യവും. ഞാൻ പറയും, ടൈം ടേബിളുകൾ പാതി വഴിയിൽ മുടക്കുന്നത്, നിങ്ങളുടെ നന്മ തകർക്കുന്നത്, നിങ്ങളെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന, നിങ്ങളെ തേടി നടക്കുന്ന അലറുന്ന സിംഹമാണോ എന്ന് തപ്പിയെടുക്കണം. അങ്ങനെയെങ്കിൽ അതിനെ പരിഹരിക്കണം. നമുക്ക് കൃത്യമായിട്ടറിയാം ഇന്നതാണ് എൻ്റെ അസുഖം. മരുന്ന് നമ്മൾ വാങ്ങിക്കുമല്ലോ, കൃത്യമായിട്ടറിയാം. എന്നത് പറഞ്ഞതുപോലെ നമ്മൾ കണ്ടെത്തണം ഇന്നതാണ് എൻ്റെ കുഴപ്പം, ഇന്ന അഴിക്ക് ഞാൻ ഇന്നതൊക്കെ ഒന്ന് മാറ്റുകാൻ പോവുക. ഉദാഹരണത്തിന് ഒരു പയ്യൻ ഒരു ദിവസം എൻ്റെ അടുക്ക് വന്നു പറഞ്ഞു, എൻ്റെ സാറേ, എൻ്റെ ക്ലാസ്സിൽ ഒരുത്തനുണ്ട്, സാറിനറിയാം അവനെ, അവൻ കാരണമാണ് ഞാൻ അടിക്കുന്നത്. എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു. ഞാൻ ചായന നീയല്ലേ അടിക്കുന്നത്, നിൻ്റെ വായിക്കൂടല്ലേ അടിക്കുന്നത്, അവൻ കാരണമാകുന്നത് എങ്ങനെ? സാറേ അത് അങ്ങനെ പറയരുത്, സാർ എന്നോട് ഇതിനപ്പുറം പറയുമെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചു, നീയല്ലേ അടിക്കുന്നത്, നീ അടിക്കണ്ടെന്ന് വെച്ചാൽ പോരെ. അല്ല സാറേ അത് ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ രണ്ടുകൂടെ പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നത്? നിനക്ക് അടി നിർത്തുകയും വേണം, അവനെ അടിപ്പിക്കുന്നു പറയുകയും ചെയ്യും. നീ അങ്ങ് നിർത്തിക്കോ. അപ്പോൾ അവൻ മറുപടി പറഞ്ഞ ഇതാണ്, എനിക്ക് അവൻ്റെ കാര്യം അറിയാം, അവൻ്റെ പ്രശ്നം അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കുറച്ച് നേരം വിട്ട് അത് ഇതൊക്കെ പറയിപ്പിച്ചതാണ്. അവൻ പറഞ്ഞ ഇതാണ്, സാറേ അവൻ എൻ്റെ കൂട്ടുകാരനാണ്, അവനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, പക്ഷെ അവൻ്റെ കൂടെ നടന്നാൽ അവന് തന്നെ പഠിപ്പിക്കും, അവന് തന്നെ ചെയ്യിക്കും. ഞാൻ പറയുന്നു മക്കളെ, തിന്മ എന്ന് നിങ്ങളുടെ മനസാക്ഷി തോന്നിപ്പിക്കുന്ന ഒരു കാര്യം ഏത് വലിയ കൂട്ടുകാരൻ നിങ്ങളെ ചെയ്യിച്ചാലും ഇറ്റ് ഷുഡ് ബി കട്ട് ഓഫ്. അത് കട്ട് ഓഫ് ചെയ്യണം. കാരണം എന്താ? ഈ കൂട്ടുകാരൻ പോകുമ്പോൾ അതിന് പകരം അതിലേറെ ശക്തിയോടുകൂടി ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. ഒരു പക്ഷേ ഇവനെ തന്നെ മടക്കിത്തരും, നല്ല വിശുദ്ധനായിട്ട്. അത് ദൈവത്തിൻ്റെ. കാരണം എന്താ? നിങ്ങൾ അന്നേരം തോൽപ്പിക്കുന്നത് ഈ പയ്യനെ അല്ല, മറിച്ച് പിശാചിനെ. ദാറ്റ് ഐ കട്ട് ഓഫ്. ഞാൻ ഇതിനെ ഉപേക്ഷിക്കുന്നു, ഞാൻ ഇതിനെ മാറ്റുന്നു.
ചില സാഹചര്യങ്ങളുണ്ട് പൈശാചിക ബന്ധനങ്ങളെ നമുക്ക് മാറ്റാനാവാത്ത, എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തിക്ക് മേളിൽ പോകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കുഞ്ഞൊരു സംഭവം പറയാം ഞാൻ. പൈശാചിക ബന്ധനങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ നമുക്കറിയാം, ഈ ഒത്തിരി റിട്രീറ്റുകൾക്കും ധ്യാനങ്ങൾക്കും ഒക്കെ സഹായിക്കാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ പോകുമ്പോൾ എൻ്റെ കൈവശം എപ്പോഴും കാണും ദാ ഇങ്ങനെ ഒരു കുരിശ്. ഇത് ഒരു 10-15 വൈദികരെ കൊണ്ട്, ക്ലിമീസ് തിരുമേനിയെ കൊണ്ട് ഉൾപ്പെടെ ഞാൻ വെഞ്ചരിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറയുക, എനിക്കൊരു വിശ്വാസമുണ്ട്, അഭിമന്യ ക്ലിമീസ് കാർഡിനൽ മെത്രാപ്പോലിത്ത ഈ കുരിശ് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ട് നോക്കി പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് തന്നിട്ട് പറഞ്ഞു, ഇതും കൊണ്ട് നടന്നു. ഈ ഇരിക്കുന്ന ഫാദർ ജിം എൻ്റെ അടുക്കൽ ഇത് വാങ്ങിച്ചിട്ട് എൻ്റെ അടുക്ക് പറഞ്ഞിട്ട് ഇതും കൊണ്ട് നടന്നു. അച്ഛന് ഒരു ദിവസം കുർബാനയ്ക്ക് ഇത് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു, എന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ട് നടന്നു. കാരണം ഇത് എൻ്റെ കൈവശം ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ 2 തരത്തിലാണ് ഈ പൈശാചിക ശക്തിയെ എതിർക്കുന്നത്. ഒന്ന്, എൻ്റെ സ്വന്തം രീതിയിൽ എൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട്. 2, ഈശോ നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്. ഈശോ നൽകിയിരിക്കുന്ന അധികാരം ഈ കുരിശിൽ എൻ്റെ കൂടെ നിൽക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൈദികർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്ന അച്ഛന്മാർ. ഈ അച്ഛന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇവരെ അച്ഛന്മാരാക്കി മാറ്റി. ഇവരുടെ ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. എങ്ങനെയാണ് ഇവരെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവന്നതെന്നറിയാമോ? ഒരു ദിവസം ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, പ്രത്യേകിച്ച് പത്രോസിനെ വിളിച്ചിട്ട് ചോദിച്ചു, സൈമൺ സൺ ഓഫ് പീറ്റർ, ഡു യു ലവ് മീ? യോനായുടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? നീ എൻ്റെ ആടുകളെ മേയ്ക്കും. ഒന്നുകൂടെ ചോദിച്ചു, സൈമൺ സൺ ഓഫ് പീറ്റർ, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നു? മൂന്നാമതും ചോദിച്ചപ്പം പത്രോസിനൊരു സംശയം, അല്ല കർത്താവ്, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരേ ചോദ്യം പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. 3 പ്രാവശ്യവും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് ഈശോ പത്രോസിനോട് പറയുന്ന ഒരു സംഭവമുണ്ട് ബൈബിളിൽ. ഇതാ പറഞ്ഞത്, നിന്നെ ഇനി മുതൽ നീ പാറ, യു ആർ എ റോക്ക്, നീ ഇന്ന് മുതൽ പാറ ആണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. എന്നിട്ട് പറഞ്ഞതാണ് സൂക്ഷിക്കേണ്ട വചനം, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരകം സേറ്റന്റെ വർക്ക്ഷോപ്പ്, അല്ലെ, അവൻ്റെ വീട്. അതിൻ്റെ കവാടങ്ങൾ ഒരിക്കലും ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ നെവർ ബി ഗെറ്റിംഗ് സ്ട്രോങ്. അടിവെക്കും, വഴക്കുണ്ടാക്കും, പക്ഷെ സ്ട്രോങ് ആയി അതിനെ ഓവർടേക്ക് ചെയ്യാമെന്നൊന്നും വിചാരിക്കേണ്ട. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്നിട്ട് പറഞ്ഞു, ഐ വിൽ ഗീവ് ദ കീസ് ഓഫ് ഹെവൻ, നിനക്ക് ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിച്ചുവിട്ടാൽ സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അതിഭയങ്കരമായ ഒരു അധികാരമാണ് പത്രോസിനും വലുതായിട്ട് ഇത് പിടികിട്ടിയോ എന്ന് എനിക്കറിയത്തില്ല. നീയാണ് പാറ, നീ ആ സഭ, നിന്റെ മേളിൽ ഇതെല്ലാം പണിയാൻ പോകണം. നീ എന്ത് ചെയ്തോ, ഇവിടെ എന്ത് ചെയ്താലും അതൊക്കെ അവിടെ അതുപോലെ രജിസ്റ്റർ ചെയ്യും സ്വർഗത്തിലും എന്നാ പറഞ്ഞത്. ആ പത്രോസിന്റെ പിൻഗാമിയായിട്ട് ഫസ്റ്റ് പോപ്പാണ് പീറ്റർ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. അന്ന് പത്രോസിന് എന്തൊക്കെ ചെയ്യാൻ അധികാരം കൊടുത്തോ ആ അധികാരങ്ങളെല്ലാം അതുപോലെ പേറുന്നയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കൈവെപ്പ് അധികാരം. നിങ്ങൾ ഈ അച്ഛന്മാരുടെ തിരുപ്പട്ട ശുശ്രൂഷ കണ്ടിട്ടുണ്ടേ അറിയാം. മെത്രാനച്ഛൻ അച്ഛൻ്റെ തലയിലോട്ട് ഇങ്ങനെ കൈവെക്കും, മറ്റേ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിനാ? ഞാനൊന്നും പ്രത്യേകിച്ച് കൊടുക്കുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, മേൽപ്പട്ടക്കാരൻ എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരങ്ങൾ ഞാൻ ഇയാൾക്ക് കൊടുക്കുക. ഏത് വൈദികനും ഒരു പെണ്ണിനെയും ഒരു ചെറുക്കനെയും കൂടെ അപ്പുറയും ഇപ്പുറയും നിർത്തി വിവാഹം എന്ന കുദാശയിൽ ആശീർവദിച്ച്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ കുംഭസാരത്തിൽ അഴിച്ചുവിട്ടാൽ അത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഇവർ ചില്ലറക്കാരല്ല കേട്ടോ. അതുകൊണ്ട് ഒരു വൈദികൻ കരങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആശീർവദിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ നിന്നാണ് ഇത് അഴിച്ചു വിടുന്നത്. കാരണം എന്താ? ഈ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്തധികാരം? നീ ഭൂമിയിൽ എന്തു ചെയ്താലും അതുപോലെ ഇരിക്കും സ്വർഗത്തിലും. നീ എന്ത് വേണം ചെയ്തോ, എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അതുപോലെ സംഭവിക്കും. അതാണ് ഇവർ ഉപയോഗിക്കുന്നത്. അവരതെടുത്തങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ മനുഷ്യന്മാരെ ആരെയും തല്ലാനല്ല ഈ അധികാരം, പിന്നെന്താ? സഭയെ വളർത്താനാ, പിശാചിനെ ഒതുക്കാനാ. പിശാച് അച്ഛൻ പ്രാർത്ഥിക്കും ചില സമയത്ത്, പോയി തളം കെട്ടിക്കിടക്കുന്ന കാൽവരിയുടെ കീഴില് തളം കെട്ടിക്കിടക്കുന്ന ആ രക്തത്തിൽ പോയങ്ങ് തീര് എന്നേതെങ്കിലും ഒരു വൈദികൻ കരമുയർത്തി പറഞ്ഞാൽ അത് സംഭവിച്ചത് തന്നെയാണ്. കാരണം എന്താ? അതിനു വേണ്ടി നിയുക്തനാണ് ഈ വൈദികൻ. അതുകൊണ്ട് പൗരോഹിത്യ അധികാരത്തെ മനസ്സിലാക്കണം നമ്മൾ. ബൈബിളിലുടനീളം
ഈ പൈശാചിക ബന്ധനങ്ങൾ തകരുന്ന അവസ്ഥകളുണ്ട്. ഇത് അന്ന് തീർന്നു പോയിരിക്കുന്ന ഒരു സാധ്യതയല്ല കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ടൈം ടേബിൾ ഇട്ടിട്ട് നടക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് രോഗങ്ങൾ മാറുന്നില്ലെങ്കിൽ, നിങ്ങൾ ഇടുന്ന ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ പേടിക്കേണ്ട. നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ബന്ധനം എന്താണെങ്കിലും അതിനെ അഴിച്ചുവിടാൻ ശക്തിയുള്ളവനാണ് ഈശോ. ആ ഈശോയുടെ പരിശുദ്ധാത്മാവ് ഒന്ന് ഇറങ്ങിയാൽ മതി, നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്ക്. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഈ സുല്യായിൽ വന്ന് ഈ മൈക്കും പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കത്തില്ല. ഭ്രാന്താണോ എനിക്ക്? വേറെ പണിയൊന്നുമില്ലേ? ചെറിയ സംശയം ഉണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ട്? നമുക്കറിയാം, നമുക്ക് വിശ്വാസം വരണമെങ്കിൽ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് അനുഭവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ, നീ ഈ പറയുന്നത്, ഈ സാർ ഇവിടെ നിന്നുണ്ട് ഞാണ്ടൊക്കെ പറയുന്നു, ഈ അച്ഛൻ ഇവിടെ നിന്നുണ്ട് ഞാണ്ടൊക്കെ പറയുന്നു, വികാരിച്ചനാണെങ്കിൽ ഭയങ്കര പന്തലൊക്കെ ഇട്ട് ഭയങ്കര പരിപാടി, എന്തിനാ ഇവർക്കൊക്കെ? എന്തിൻ്റെയോ കുഴപ്പമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എല്ലാവരും വട്ട, അല്ല എന്നുണ്ടെങ്കിൽ എന്തോ കണ്ടോണ്ടാണ് ഇത് ചെയ്യുന്നത്. They know to the perfection that this will happen. അതറിയാമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കണ്ട് മനസ്സിലാക്കിയ കാര്യത്തെ പിന്നെന്തിനാ നമ്മൾ ഭയക്കുന്നത്? ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യത്തെ പിന്നെ എന്തിനാ നമ്മൾ ഭയക്കുന്നത്? അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യത്തെ എന്തിനു ഭയക്കണം? അങ്ങനെ ഭയക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കറിയാം, സഭയിൽ ഈ അധികാരം ഇവരേറ്റവും കൂടുതൽ ശക്തിയോടുകൂടി ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. കുർബാന എന്താ? അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന. ദിസ് ഇസ് എ കമാൻഡ്മെന്റ്. ഇതൊരു കൽപ്പനയാണ്. അനുസരിച്ച് പറ്റൂ. അനുസരിച്ചാൽ പ്രയോജനമുണ്ട്. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം, അല്ലേ? മാലാഖമാരന്ന് പാടിയ പാട്ടാണ്. ആ പാട്ടാണ് നമ്മൾ ആവർത്തിക്കുക. ഭൂമിയിൽ എല്ലാവർക്കും സമാധാനം. തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന എന്ന് വെറുതെ ഓർക്കുകയല്ല, ഈശോ പഠിപ്പിച്ച ഏക പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഏക പ്രാർത്ഥന. ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളതിലും ഇതുപോലെ പെശക് പിടിച്ച ഒരു പ്രാർത്ഥന. അതിനകത്ത് കുറെ കണ്ടീഷണൽ ക്ലോസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. വഴക്കില്ല, അതൊക്കെ നടക്കട്ടെ. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ഒക്കെ നടന്നോട്ടോ, നമുക്കതിനൊന്നും ഒരു വഴക്കുമില്ല. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണേ. പോരട്ടെ, ആഹാരമില്ലേ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. എന്താ പറഞ്ഞേ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. സഹോദരങ്ങളോട് രമ്യതപ്പെടാതെ ചൊല്ലാൻ പറ്റത്തില്ല ഈ പ്രാർത്ഥന. ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ നടക്കത്തില്ല. നിന്റെ ബലിവസ്തു ആദ്യം അവിടെ ബലിപീഠത്തിൽ വെക്ക്, എന്നിട്ട് പോയി രമ്യതപ്പെട്ടിട്ട് വാ, എന്നിട്ട് മതി ഈ പണി. ചില്ലറ പരിപാടിയല്ല. ചുമ്മാ കയറി കുർബാനയ്ക്ക് നിൽക്കരുത്. പണി കിട്ടും നമുക്ക്. വെറുതെ കയറി ചെയ്യാൻ പറ്റുന്ന സാധനമല്ലിത്. അർപ്പിക്കുന്ന ബലിയാണിത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. തുടർന്ന് സർവാധിപനാം കർത്താവേ എന്നുള്ള പാട്ടൊക്കെ പാടും, അല്ലേ? അന്നേരം ഈ കർട്ടനൊക്കെ തുറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വർഗ കവാടം തുറക്കുന്നതിൻ്റെ സിമ്പലാണ്. ഭൂമിയിൽ മനുഷ്യൻ, നമുക്കറിയാം, കർത്താവേ മമ അല്ലേ ഒരു പാട്ടില്ലേ? കർത്താവേ മമ രാജാവേ എന്ന് പറഞ്ഞൊരു പാടുന്ന സങ്കീർത്തനങ്ങൾ ദാവീദ് രാജാവിൻ്റെ സ്തുതിപ്പുകളാണ്. ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തെ സ്തുതിച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സ്വർഗ കവാടം തുറക്കുക എന്നുള്ളതാണ്. അതാ അതിൻ്റെ തൊട്ട് പുറകെ സംഭവിക്കുന്നത്. നല്ല വൃത്തിക്ക് സ്തുതിക്ക്, സ്വർഗം തുറന്നു വരും നമ്മുടെ മുമ്പിൽ. നല്ല വൃത്തിക്ക് പ്രാർത്ഥിക്ക്, ദൈവത്തെ മനസ്സ് നിറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും സ്തുതിച്ച് സ്വർഗ കവാടം തുറക്കും. അപ്പോഴാണ് സ്വർഗത്തിൽ ആരൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. സ്വർഗ കവാടം തുറന്നു. സ്വർഗത്തിൽ ആരെയൊക്കെ കാണാം? മഹനീയമായ സിംഹാസനത്തിൽ ദൈവം, ചുറ്റും മാലാഖ വൃന്ദങ്ങൾ, അവരെല്ലാവരും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നു. ഇത് കാണുന്ന ശുശ്രൂഷി അത് തന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയണതാണ് തൊട്ട് പുറകെ, അല്ലേ? എല്ലാവരും ശബ്ദം ഉയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടും. കണ്ടോ അവിടെ നടക്കുന്ന പരിപാടി കണ്ടോ? അവിടെ എന്താ? അവിടെ ഹല്ലേലൂയ, അവിടെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടും. ഉടനെ നമ്മളും എല്ലാം അതേ പാട്ട് ആവർത്തിക്കുക. പരിപാവനനാം സർവേശ, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് തന്നെ പാടുക. സത്യം പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യരും സ്വർഗത്തിൽ മാലാഖമാരും ചേർന്ന് സ്തുതിക്കുന്ന ഒരു അത്ഭുതകരമായ രംഗമാണ് അന്നേരം അവിടെ നടക്കുന്നത്. വിശുദ്ധ കുർബാന ചുമ്മാ കുറേ പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുമൊന്നും അല്ല കേട്ടോ. നല്ല കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയ ഒരു സംഭവം ഇത്. വളരെ കൃത്യമായിട്ടാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. നമുക്ക് നാടകം പോലെ, വീഡിയോ പോലെ കാണാൻ പറ്റണം നമുക്ക് എന്താ ഇവിടെ സംഭവിക്കുന്നത്. ചിലര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാവനനാം സർവേശം വല്ല പാട്ട് പാടുമ്പോൾ മാലാഖമാരും മനുഷ്യരും ചേർന്ന് പാടുന്ന ഈ സമയത്ത് നമ്മൾ
സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എന്ന് അറിയില്ല. ആ പരുവത്തിലാണ് നിൽക്കുന്നത്. ചിലർ ഇത് കഴിഞ്ഞാൽ വരുന്നത്. എന്നിട്ട് അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരുടെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക. അച്ഛന്മാർ പറയും നേരത്തെ വരണം, സിസ്റ്റർമാർ പറയും നേരത്തെ വരണം, സൺഡേ സ്കൂളിലെ ടീച്ചർമാർ പറയും നേരത്തെ വരണം, പുസ്തകം പിടിച്ച് വായിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ വരുമ്പം ബാക്കിയുള്ളവരെല്ലാം പോയി, അവരൊക്കെ സ്വർഗത്തിലായി, നമ്മളിവിടെ റോഡിൽ നിൽക്കുക എപ്പോഴും. അടുത്ത ടിക്കറ്റ് കിട്ടുമോ, വണ്ടി കിട്ടുമോ എന്നൊക്കെ കരുതി നേരത്തെ പോകണമെന്നേ. 15 മിനിറ്റ് മുമ്പ് പള്ളി പോയെങ്കിൽ ഇരുന്നേക്കണം, എന്നാ വരാൻ. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ച് നോക്കണം, റിക്കളക്ട് ചെയ്യണം. ഇന്നത്തെ ഈ കുർബാനയിൽ എനിക്ക് ഇത്രയൊക്കെ ചെയ്യണം. ഇതേ തുടർന്ന് വിശുദ്ധ ഗ്രന്ഥം എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ഒരു ഭാഗമുണ്ട് കുർബാനയിൽ, അല്ലേ? ആ കുർബാനയിൽ ഇങ്ങനെ എഴുന്നള്ളിക്കൊണ്ട് വരുമ്പോൾ അത് ഈശോയുടെ വരവാണ്, ഈശോയുടെ മനുഷ്യാവതാരമാണ്. പിന്നെ വചന പ്രസംഗം, കർത്താവ് വചനം വിളമ്പി തരിക. പിന്നീട് നമ്മൾ കാറസൂസ പ്രാർത്ഥനകൾ ചൊല്ലും. അതെന്താ ചൊല്ലുന്നത്? സമൃദ്ധമായ വിളവ് തരണേ, അല്ലേ? മാർപ്പാപ്പായെ അനുഗ്രഹിക്കണേ, നമ്മുടെ അലറിലറ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇതിനുശേഷം നമ്മൾ കാഴ്ച വെക്കും. എല്ലാവരെയും ഈ കാഴ്ച വെപ്പിൻ്റെ പാട്ടിലേക്ക് മാത്രം ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുക. എന്താ കാഴ്ച വെക്കുന്നത്? കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്ന് ഈ ഗായക സംഘം ഇന്ന് പാടും. ആ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇന്ന് ആ നിമിഷം നഷ്ടപ്പെടരുത്. എന്താണ് അവർ പാടുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത്? ഇരുവശങ്ങളിൽ നിന്നും അച്ഛൻ അപ്പവും വീഞ്ഞും സംവഹിച്ച് അൾത്താരയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും, അല്ലേ? ഉയർത്തിപ്പിടിക്കും. ഇതെന്താ? ഇതാണ് ഞങ്ങളുടെ കാഴ്ച, ഞങ്ങളുടെ അപ്പം, ഞങ്ങളുടെ വീഞ്ഞ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് തലേ കയറാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അത് ഈ കാസയ്ക്കകത്ത് ഇട്ടേരെ. വീട്ടിൽ നടക്കുകയല്ലാത്ത ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ അപ്പത്തോട് ചേർത്ത് പിലാസയിൽ വെച്ചേരെ. അതുകൂടെ പിടിച്ച് പോക്കട്ടെ അച്ഛൻ. അച്ഛന് പണി എന്താ? ഇതൊക്കെ പൊക്കുക എന്നുള്ളത് തന്നെയാണ് അച്ഛന്മാരുടെ ജോലി. എന്താ? അവൻ പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം മുൻപിൽ വയ്ക്കപ്പെട്ടവൻ എന്നാ. മുമ്പിൽ പോയി നിൽക്കുക. എന്തിനാ? ഈ ജനത്തിന്റെ എല്ലാ ആവലാതിയും പൊക്കി പിടിച്ച് കർത്താവിന് കൊടുക്കാൻ. അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം നീ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്താലും അത് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വൈദികൻ ഈ അപ്പവും വീഞ്ഞും ഉയർത്തിയിട്ട് ഒരൊറ്റ പ്രാർത്ഥനയാണ്. എൻ്റെ ഈ ജനത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച കർത്താവേ, ഈ ജനത്തിൻ്റെ ഈ കുർബാൻ, ഈ വഴിപാട്, ഈ അർപ്പണം ഞാൻ കൊണ്ടു തരുന്നു. സ്വീകരിക്കണം, വിശുദ്ധീകരിക്കണം, ഇവരെ അനുഗ്രഹിക്കണം. നിന്റെ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് ഈ ജനത്തിന് വേണ്ടിയാ. എന്നാണ് ആ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ തുണിയൊക്കെ വെച്ച് ഈ അപ്പവും വീഞ്ഞും ഒക്കെ മൂടി വെക്കും ഇടയ്ക്ക്. അതിനൊക്കെ പേരുണ്ട്, ടെക്നിക്കലി ഞാൻ പറയാത്ത. എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. താതനും അതുപോലാത്മജനും, അറിയാവോ? പാടാൻ അറിയാവോ? ദിവ്യ റൂഹായ്ക്കും സ്തുതി എന്നും. എന്തൊക്കെയാ പാടുന്നത്? ദൈവാംബികയാവും കന്യാമറിയത്തെ മാർത്തോമാ ശ്ലീഹായ് സകല വിശുദ്ധരെയും വിളിച്ചു വരുത്തുകയാണ് ഈ അച്ഛൻ. ഞങ്ങളും ഞങ്ങളുടെ പിള്ളേരോട് കൂടി കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് ബലി അർപ്പിക്കാൻ വെച്ചിരിക്കുന്നു, നിങ്ങളോടെല്ലാം കൂടണം കേട്ടോ. സകലരെയും വിളിച്ചു വരുത്തുക. മാലാഖമാരുണ്ട് അവിടെ, അപ്പസ്തോലന്മാരുണ്ട്, ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുണ്ട്, വിശുദ്ധരുണ്ട്. സകലരെയും വിളിച്ചു വരുത്തിയിരിക്കുക ഈ കുർബാനയിൽ. മക്കളെ, ഈ സമയത്ത് പള്ളിയിൽ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സകല വിശുദ്ധരും സ്വർഗീയ ഗണങ്ങളും പ്രസന്റ് ആണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളും അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് പ്രാർത്ഥിക്കണം. മക്കളെ, ഇങ്ങനെ ചേർത്ത് വെക്കുന്ന അപ്പവും വീഞ്ഞും അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ, അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വൈദികൻ തൻ്റെ ഇരു കരങ്ങളും കുരിശാകൃതിയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും പേരും പിടിച്ചിട്ടൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ, നിന്റെ ദാസർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ സമർപ്പണങ്ങളിൽ, നിന്റെ ദാസർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അവരുടെ കഷ്ടപ്പാടുകളിലെ, ദുരിതങ്ങളിലെ, ജീവിതങ്ങളിലെ വേദനകളിൽ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ബാക്കി എങ്ങനെയാണ് പ്രാർത്ഥന? ഒന്ന് ഓർത്ത് നോക്കി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ ആവസിച്ച് അവിടുന്ന് അതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും. അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീര രക്തങ്ങളാക്കി മാറ്റുന്ന സമയമാണ്. മക്കളെ, ഒരു ചോദ്യം. ആ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നുവെന്ന് നിങ്ങളും ഞാനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത്ഭുതകരമായിട്ട് ലോകത്തിൻ്റെ ഒത്തിരി ഭാഗങ്ങളിൽ ഈ അത്ഭുതം നടന്നിട്ടുണ്ട്. അപ്പം എടുക്കുമ്പോൾ ചുവന്ന് വരിക, നാവിൽ വെക്കുമ്പോഴത്തേക്ക് ചോരയായിട്ട് മാറുക, ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. വീഡിയോസിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്, ആവശ്യം പോലെ. പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, മെഡിക്കൽ എക്സാമിനേഷന് വിട്ടിട്ടുണ്ട്. ഇത് ബ്ലഡ് ആണെന്നും ഇത് ഫ്ലഷ് ആണെന്നും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് ചോദ്യം, ഈ അപ്പവും വീഞ്ഞുമായിട്ട് ഇത് മാറുന്നുണ്ടെങ്കിൽ എൻ്റെ സംശയമാണ്, നിങ്ങളിന്ന് ഉത്തരം വരേണ്ടതാണ്. നിങ്ങൾ അതിനകത്ത് ചേർത്ത് വെച്ച നിങ്ങളുടെ രോഗത്തിന് എന്തു പറ്റും? നിങ്ങൾ അതിനകത്ത് ചേർത്ത് വെച്ച നിങ്ങളുടെ ആഗ്രഹത്തിന് എന്തു പറ്റും? നിങ്ങൾ മാറിപ്പോകത്തില്ലെന്ന് കരുതിയ നിങ്ങളുടെ ജീവിതത്തിലെ തഴക്ക ദോഷത്തിന് എന്തു പറ്റും? പറയേ.
നമ്മൾ ചേർത്ത് വെച്ച അപ്പവും വീഞ്ഞും ഇങ്ങനെ മാറുമെങ്കിൽ നമ്മുടെ ജീവിതവും മാറിയിരിക്കും. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ ഇടുന്ന ടൈം ടേബിളുകൾ നടക്കാൻ തുടങ്ങും. 100% തന്നെ നടക്കാൻ തുടങ്ങും. ചോദ്യം ഞാൻ ചോദിച്ചു ആദ്യം, ഇസ് ഇറ്റ് പോസിബിൾ ടു കംപ്ലീറ്റ് ഇറ്റ്? ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആൻസറിലേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കുക. നിങ്ങൾക്ക് പറ്റും. യു ഗോ ടു ദ ചർച്ച്, യു ബി ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോളി മാസ് അണ്ടർ ദ സർവൈലൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കീഴിൽ നിന്ന് നോക്കി കളി മാറുന്നത് കാണാൻ പറ്റും. ഇത് പറയാനേ സാധിക്കൂ. അനുഭവിക്കേണ്ടത് ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ്. ഒപ്പം ഒരു കാര്യം കൂടി, പരിശുദ്ധ അമ്മ ജപമാല പ്രാർത്ഥനകൾ, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഒരെണ്ണം നമ്മൾ ഉരുവിടുമ്പോൾ, ഡൊമിനിക് എന്ന് പറയുന്ന ഒരു സന്യാസി പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഒരു പുഷ്പം ഇവിടെ നിന്ന് ഉയർന്ന് ഒരു ചെറിയ കിരീടം പോലെയായി, ഓരോ നന്മ നിറഞ്ഞ മറിയോ ഓരോ ചെറിയ പുഷ്പങ്ങളായി ഉയർന്ന് മാതാവിൻ്റെ തലയിൽ ഒരു കിരീടം പോലെ വയ്ക്കും. ആ കിരീടം എടുത്ത് ഈശോയുടെ സമീപം കൊണ്ടുപോകുന്ന ഒരു അനുഭവം ഡൊമിനിക് പറയാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ നിങ്ങൾ പിശാചിൻ്റെ നേരെ ഒരു സ്കഡ് മിസൈൽ അയച്ചു വിടുക. കുറച്ചു നേരത്തേക്ക് പിന്നെ അനങ്ങത്തില്ല. പിശാചിന് ഭയമുള്ള ഒരു സാധനമാണ് ജപമാല. ചില കുട്ടികൾ സ്കൂളിൽ കൊണ്ടു നടക്കുന്ന കാണാം, ചിലർ കയ്യെ ചുറ്റിക്കൊണ്ട് നടക്കുന്ന കാണാം, ചിലരിങ്ങനെ പോക്കറ്റിലിടുവോ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കാണാം. ചുഴറ്റി എറിയാനും അടിച്ച് തകർക്കാനും നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുധം തന്നെയാണ് ഈ വിശുദ്ധ ജപമാല. ജപമാല മണികൾ നമ്മൾ ഈ നന്മ നിറഞ്ഞ മറിയ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എവിടുന്ന് വന്നതാണ്? നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന മാലാഖ പറഞ്ഞത് അല്ലേ? നന്മ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. മാലാഖ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാണ് മാലാഖ എന്ന് പറയുന്നത്. സോ നമ്മൾ ഉരുവിടുന്നത് ദൈവവചനമാണ്. അന്നേരം സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, അതെവിടുന്ന് വന്നതാണ്? അത് കത്തോലിക്ക സഭ ഉണ്ടാക്കിയതാണ്. അതും ബൈബിളിൽ നിന്ന് തന്നെ വന്നതാണ്. എലിസബത്തിനെ കാണാൻ വേണ്ടി മറിയം ചെന്നു. മറിയത്തെ കണ്ട ഉടനെ എലിസബത്ത് മറിയത്തോട് പറയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എനിക്ക് ഇവിടെ നിന്നാ ഭാഗ്യം. തമ്പുരാൻ്റെ അമ്മ എന്ന് ആദ്യം വിളിച്ചത് എലിസബത്താണ്, സ്വന്തം അമ്മായി. അപ്പോൾ അതുകൊണ്ട് തിരുവചനങ്ങളിൽ കോർത്തു വെച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. മാലാഖ പറഞ്ഞതാണ്. തിരുവചനങ്ങളാണ്, വചനങ്ങളാണ് നമ്മൾ ഉരുവിടുന്ന. വചനത്തിൻ്റെ ശക്തി വലുതാണ്. ആ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് 53 പ്രാവശ്യം. പൈശാചിക സാന്നിധ്യങ്ങൾ മാറി 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 അകന്നകം നിൽക്കും. ഒരു വലിയ അതീവ ശക്തമായ ഒരു ലൈറ്റ് വെച്ച് ഒരാളുടെ മുഖത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിക്കുകയും അടുത്ത് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ അവൻ വീഴുക, അല്ല അവൻ ഓടുക. ഇത് തന്നെയാണ് പിശാചിന് സംഭവിക്കുന്നത്. ഓരോ ജപമാലകൾ ചൊല്ലുമ്പോഴും, ഓരോ നന്മ നിറഞ്ഞവരെയുമേ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും യു ആർ സെൻഡിങ് ഔട്ട് മിസൈൽസ് ടുവേഴ്സ് ദ സേറ്റനിക് റോക്സ്.